C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇതില്ലാതെ എക്സാമിന് കയറ്റോ? അയ്യോ, എന്റെ ഹാൾ ടിക്കറ്റ് ഞാനത് മറന്നു. ഇങ്ങനെ മറവിയായ എങ്ങനെ പരീക്ഷ എഴുതും? പഠിച്ചതൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ടമ്മേ. ഇതങ്ങ് കഴിച്ചേ. എനിക്കിപ്പൊ കഴിക്കാനൊന്നും തോന്നില്ലമ്മേ. എടി, വിശപ്പില്ലാത്ത പോലെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവിടെ നിക്കവിടെ. ഇന്നലെ രാത്രി കൂടി ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിരുന്ന് എങ്ങനെ പരീക്ഷ എഴുതും മോളെ? വിശപ്പല്ലമ്മേ, പരീക്ഷ പ്രധാനം. ഒക്കെ ഓർമ്മ നിക്കണമെങ്കിലേ ശരീരത്തിന് ആവത് വേണം. ഇറങ്ങും സമയമായമ്മേ. അതിന് വിഷ്ണുവേട്ടൻ വരാതെ കുഞ്ഞേച്ചി എങ്ങനെ പോവാനാ? ഇത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. ദേ, നീ എന്തിനാ ഈ വെപ്രാളം കാണിക്കുന്നേ? നിന്നെ സമയത്ത് അവിടെ എത്തിച്ചോളും വിഷ്ണുമോൻ. വന്നും തോന്നുന്നു. ഇതും കൂടി കഴിച്ചിട്ട് പോ. അമ്മേ, എക്സാം കഴിഞ്ഞു വരുന്ന വഴി ഞാൻ നന്ദയുടെ വീട്ടിലൊന്ന് കേറിട്ട് വരും. ദേ, കാര്യം എന്തായാലും നീ അമ്പലത്തിലേക്കൊന്നും പോയേക്കരുത് കേട്ടോ. എന്റെ പൊന്നമ്മ, ഇല്ല. പോയിട്ടോ. ശരി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എവിടെ? ശാലിനി ഇറങ്ങിയോ? എവിടുന്ന് ഇറങ്ങാൻ? മോൾ ഇറങ്ങിയോ? അതെ ശാന്തേച്ചി. ശാന്തേച്ചി വന്നേ. എന്താ മോളെ? വൈകിട്ട് ഞാൻ വിളിക്കും. നമുക്ക് ഒരിടം വരെ പോവാനുണ്ട്. വേറെ ആരും അറിയണ്ട. പോയിട്ട് വരാം ശാന്തേച്ചി. ഞാൻ പ്രാർത്ഥിച്ചോളാം മോളെ. നന്നായി വരും മോളെ. അതെ, എന്നാ വാ, കേറ്, പോണ്ടേ? അമ്മ, പോയി ശകുനം നിന്നേ. അയ്യോ, ഞാനോ? ദേ, ഇപ്പൊ അമ്മയാ സമയം വൈകിക്കുന്ന. പോയി നിക്കമ്മേ. മോളെ, ഈശ്വര. കേറട്ടെ? പിന്നെ കേറാതെ പിന്നെ കേറ്. പോയിട്ട് വരാം. ശരദാ, എന്താ ശാന്ത, നിന്റെ അടുത്ത് അവക്കൊരു രഹസ്യം? അതൊന്നുമില്ല ശാരദാമ്മേ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതാ. ഒരു തവണ തോറ്റതുകൊണ്ടാവും. ഇത്തവണ അവക്ക് നല്ല ഉൾഭയമുണ്ട്. ദേവി, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. കളക്ടർമാ ഒന്ന് കേറിയാട്ടെ, വരൂ. ഓണം കെടുത്ത് മനുഷ്യന്റെ തൊലി ഉരിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ കളക്ടർ ആവില്ലേ? പിന്നെന്താ? പെട്ടെന്ന് കയറിയോ, പരീക്ഷ നമ്മുടെ സമയം നോക്കി നിക്കില്ല. അതെ, ഇതില് ഞാൻ എവിടെ ഇരിക്കാനാ? മുമ്പിൽ ഒരുപാട് സ്ഥലം കിടക്കില്ലേ? മുമ്പിലോ? അവിടേക്ക് ഇരുന്നാ മതി. കേറ്. ഞാൻ എങ്ങനെ കേറൂന്ന് പറ. വാ, കേറ്. അതൊന്നും പറ്റില്ല. പറ്റില്ലെങ്കിൽ പരീക്ഷയുടെ കാര്യങ്ങൾ മറന്നേക്കും. സമയാവാറായേ. അപ്പൊ എങ്ങനെ നിക്കണാതെ പോണ? കേറുന്നുണ്ടെങ്കിൽ കേറിക്കോ. ഞാൻ കേറാം. അങ്ങനെ വഴിക്ക് വാ മോളെ. ഇതിപ്പോ എങ്ങനെയാ? എടോ, ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാന്ന്. ഇയാള് കേറ്.
പോവാം. ആശ്വാസമായി. സൈക്കിൾ വാടകയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും ജപ്തി ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. എൻ്റെ ഭാഗ്യം. പണി പാളിയല്ലോ. ആ ഹലോ. ആ, എന്തായി ബാലേന്ദ്ര? ഓ, ആ പണി പാളി സുസ്മിതേ. എന്ത് പാളിയെന്നോ? എങ്ങനെ? ഞാൻ അവരുടെ ബൈക്കിന്റെ ടയർ പഞ്ചറാക്കിയതാ. പക്ഷേ അവരൊരു സൈക്കിൾ എടുത്ത് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോയി കളഞ്ഞു. അപ്പൊ അവളാ പരീക്ഷ എഴുതുമല്ലേ? എന്റെ കയ്യിൽ നിന്നില്ല സുസ്മിതേ. എന്ത് വില കൊടുത്തും അവൾ ആ പരീക്ഷ എഴുതാൻ പാടില്ല. ഇതുവരെ വളയ്ക്കാനല്ലേ നമ്മൾ നോക്കിയത്. ഓടിക്കണമെങ്കിൽ ഓടിക്കണം. സുസ്മിത എന്താ ഉദ്ദേശിച്ചത്? പറഞ്ഞുതരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.